അപ്പം നമുക്കൊരു കരിമീൻ പൊള്ളിച്ചാലോ. അപ്പോൾ അത് ഞാൻ നേരെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് വെളുത്തുള്ളി, സവോള, പിന്നെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ അത് കളറൊക്കെ മാറായിട്ട് വരുമ്പോൾ ഞാൻ അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പാടിടുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ ഒഴിക്കുന്നതാണ്. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. വഴറ്റി വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുളിവെള്ളം കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ഈ ഉള്ളിയുടെ ഈ പേസ്റ്റ് നമ്മൾ ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ തിളച്ച് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളിത് നേരത്തെ ഞാൻ കരിമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ മസാലയൊക്കെ ഇട്ട് വറുക്കുന്ന പോലെ തന്നെ വേണ്ട വറുത്തത്. അങ്ങനെ ഈ വറുത്ത മീൻ ഇതേ ചട്ടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെഡി ആയതിനു ശേഷം ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ ചട്ടിയിൽ നിന്ന് ആ ഒരു മീൻ എടുത്തത്. ആ മീൻ ഞാനതൊരു വാഴയിലയിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ല വാട്ടി വാഴയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ പുറത്തോട്ട് ബാക്കി മസാലയും കൂടെ വെച്ച് തേച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയപ്പോൾ തന്നെ എനിക്കെടുത്ത് കഴിക്കാൻ തോന്നിട്ടോ. നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഞാൻ പൊതിഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ ചട്ടി നോക്കിയപ്പോൾ അതിൽ ഇച്ചിരി മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ട് അത് കഴിച്ചു നോക്കി. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആണല്ലോ. നമ്മളെല്ലാവരും മീൻ വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിക്കും. എല്ലാവരുടെ ശീലം അങ്ങനെയാണല്ലോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കി. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ മീൻ പൊള്ളിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡ്. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് റെഡി ആക്കിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഏകദേശം ഞാനൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം തന്നെ ഒരു പാത്രത്തിൽ ചോറിട്ടിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് പോയി ട്രൈ ചെയ്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ.